ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടി എത്തിയിട്ടുണ്ട്. അറിയിക്കാണ്ട് സർപ്രൈസ് ആയിട്ടാണ് എത്തിയത്. ആള് രാവിലെ എണീച്ച് പുറത്ത് വരുന്നതിന് മുമ്പ് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ബേബിക്കുണ്ടല്ലോ, ഞാൻ രാത്രി മെഹന്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഓൻ എൻ്റെ കയ്യിൽ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, രാവിലെ എണീക്കുമ്പോൾ എൻ്റെ കൈ റെഡായിട്ടുണ്ടാവുമോ? ഇതിനു മുമ്പ് ഞാൻ അവന് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ രാത്രി വെക്കാമെന്ന് പറയും. അതുകൊണ്ട് അവൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാത്രി ഉറങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ മെഹന്തി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എണീറ്റപ്പോൾ വെച്ചാൽ അത് എന്തായാലും ഡ്രസ്സിലും മതിലിലും ആയിട്ട് അത് പോവുമല്ലോ. ഇതാണ് കേട്ടോ നമ്മുടെ ഗസ്റ്റ്. എൻ്റെ ബ്രദറാണ് നാട്ടിലേക്ക് വന്നത്. 3 months ആയി പോയിട്ട്. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് ആൾ നാട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയ പാടെ എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അല്ലല്ല, എന്നെ കൂട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ബേബീനെ കാണാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് വീട്ടിലെത്തിയത്. പക്ഷേ ഇവന് സർപ്രൈസ് തരുമ്പോൾ അതിനേക്കാൾ വലിയ സർപ്രൈസ് വീട്ടിൽ കാത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ബേബി ഓൾറെഡി ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ വീട്ടിലെത്തിയിട്ട് ബെല്ല് ചെയ്തിട്ട് ഡോർ ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ചോദിച്ചത് ഇരാഷ് ഇരാഷ് എന്ന് ഒച്ചത്തിൽ 2-3 തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനക്ക് പിന്നെ മനസ്സിലായി ബേബി വീട്ടിലില്ലാന്ന്. അങ്ങനെ ഞാനും ബ്രദറും ടൗണിലേക്ക് പോയി. ഓൻ പറഞ്ഞ അവനെ അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ബ്രദറും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൻ പറഞ്ഞു പെട്ടെന്നാണ് കേട്ടോ ഒരു 3-4 days ലീവ് കിട്ടിയത്. ഇന്നലെ രാത്രി ചോദിച്ചപ്പോൾ നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് വന്നതെന്ന് പറഞ്ഞു. ഇതുവരെ എനിക്ക് വരാനുള്ള ഒരു പ്ലാനും ഇല്ലായിരുന്നു എന്നും പറഞ്ഞു. ബേബിക്ക് ചാച്ചാനെ കിട്ടിയ ഹാപ്പിനെസ് ആണ് കേട്ടോ കാണുന്നേ. അങ്ങനെ അവൻ്റെ കൈയും പിടിച്ച് വിടാതെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ഉണ്ടല്ലോ നമുക്കെല്ലാവർക്കും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാനും ബുഷീനും പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ നടന്നിട്ടില്ലായിരുന്നു. നമുക്കൊരു ഫിഷിൻ്റെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടെ പോകണമെന്നൊക്കെ. അവൾ ഫിഷ് കഴിക്കൂല, എന്നാലും ഞാനെപ്പോഴും പറയുന്ന കേട്ടിട്ട് ഓടും എൻ്റെ കൂടെ കൂടിയതാ. അങ്ങനെ നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ പോവാമെന്നൊക്കെ പ്ലാനാക്കി. അതിൻ്റെ ഇടയ്ക്ക് ബേബി ബോളിൽ കളിക്കുന്നുണ്ടായിരുന്നു പുറത്ത്. ബോൾ കിട്ടിയപ്പോൾ എന്തോ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. ബുഷീൻ്റെ മൈൻഡ് പ്ലാന് അവൾക്കൊരു സാധനം മേടിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോകാനിറങ്ങിയത്. അങ്ങനെ നമ്മൾ മാംഗ്ലൂരിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ മാംഗ്ലൂരിലൊക്കെ ഫുഡ് ഫെസ്റ്റൊക്കെ നടക്കുന്നില്ലേ, അവിടേക്ക് വന്ന ഈ ഡോളി ചായ്വാല അറിയില്ലേ, അവർ വന്നാണ് കേട്ടോ ഇവിടേക്ക് വന്ന ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇൻസ്റ്റയിൽ ഭയങ്കര വൈറലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കും എന്തുകൊണ്ട് അവിടേക്ക് പോയിക്കൂടാന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ഞാനിതിന് മുമ്പും ഫിഷ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഞാൻ ഫിഷ് ലവറാണ്. എൻ്റെ പാർട്ട്ണറും അങ്ങനെ തന്നെയാണ്. എൻ്റെ ബ്രദേഴ്സും അങ്ങനെ തന്നെയാണ്. ബുഷീന മാത്രം ഫിഷ് കഴിക്കാത്ത ആളാണ്. അതുകൊണ്ട് നമ്മൾ മച്ചലി അധികം വരുന്ന മച്ചലിയിലേക്കാണ്. പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. നല്ല ട്രാഫിക്കായിരുന്നു. ട്രാഫിക്കിൽ കുറേ നേരം നമ്മൾ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, ഇന്നൊരു എപ്പോഴത്തേക്കാളും കൂടുതൽ ട്രാഫിക് ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മാംഗ്ലൂരിലെത്തിയിട്ടുണ്ട്. കാർ പാർക്കിംഗ് കുറച്ച് ദൂരെയാണ്. കാർ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകണം. കുറേയൊന്നും പോകാനില്ല, കുറച്ചേ ഉള്ളൂ. അതിൻ്റെ തൊട്ടടുത്തൊരു വലിയ ഗ്രൗണ്ട് ഉണ്ട്. നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ നടന്നു പോയിട്ടുണ്ട് അവിടേക്ക്. ജസ്റ്റ് നടക്കാനുള്ളൂ. അങ്ങനെ നല്ല ആംബിയൻസാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. അതിൻ്റെ തൊട്ടടുത്തുണ്ടല്ലോ ഒരു ഫിഷ് റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഉള്ളത്. നമ്മൾ അവിടേക്കല്ല, അതിൻ്റെ അടുത്ത് കേസരി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടേക്കാണ് പോയത്. നമ്മൾ പോകുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ മെനു ഒക്കെ, ഫുഡിൻ്റെ ഇതൊക്കെ ലിസ്റ്റൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഡിസേർട്ട് ആയാലും ഏതേത് ഫിഷിന് എത്രയാണ് റേറ്റ് വരുന്നത് അങ്ങനെയൊക്കെ ഓൾറെഡി ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും.
അത് നോക്കണം. പക്ഷെ പോകുമ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. വരുമ്പോഴാണ് ഞാൻ ശരിക്കും അത് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നമ്മളവിടെ പോയി. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡ് വന്നു. ഫുഡിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ, പിന്നെ തോരൻ, പിന്നെ ഒരു പായസം, പിന്നെ മോര്, പിന്നൊരു രസം, ഇതൊക്കെ ആയിരുന്നു നോർമലി തന്നത്. പിന്നെ ഈ ചെമ്മീനിൻ്റെ ഈ തേങ്ങയൊക്കെ ഇട്ട ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ സ്ക്വിഡ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ക്വിഡ് ഗീ റോസ്റ്റാണ്. നമ്മളെപ്പോൾ പോയാലും സ്ക്വിഡ് ഗീ റോസ്റ്റ് എന്തായാലും ഓർഡർ ചെയ്യും. ഇന്നും ആസ് യൂഷ്വൽ അങ്ങനെ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നെയ്മീനായിരുന്നു, ബട്ടർ ഫിഷ് എന്ന് തോന്നുന്നു. അങ്ങനെ ബട്ടർ ഫിഷാന്ന് പറഞ്ഞു. പിന്നെ അവർ തന്നെ പറഞ്ഞ് ഇത് നെയ്മീനാന്ന്. നമുക്ക് മീനിൻ്റെ പേരൊന്നും ശരിക്കും അറിയില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെ കൂട്ടി ചോറിൽ കുറച്ച് രസം പിന്നെ ഫിഷൊക്കെ കൂട്ടി ചേർത്ത് കഴിക്കണം. എൻ്റെ റബ്ബേ എന്തൊരു ടേസ്റ്റാണ്. പിന്നെ അവർ സെർവ് ചെയ്യുമ്പോൾ തന്നെ ചോദിച്ചു ഇതിൻ്റെ ഫിഷിൻ്റെ ഹെഡ് ആരാ കഴിക്കുന്നതെന്ന്. അങ്ങനെ ഹെഡും തന്നു. ഹെഡിനാണ്, ഇതിൻ്റെ തലക്കാണ് പ്രത്യേക ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ തലയും കൂട്ടി, അതും ടേസ്റ്റ് ചെയ്യാതെ നമ്മളൊന്നും വിട്ടില്ല. പാവം തലയെ എന്തിനാണ് വിടുന്നത്, അതുകൊണ്ട് അതും കയറ്റി. അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഞാൻ വൺ ഫാനായിപ്പോയി ഇവിടേക്ക്. ഇനി അപ്പം തന്നെ ഞാൻ പറഞ്ഞു എപ്പോഴും ഒരേ പ്ലേസിൽ പോകുന്ന എന്തിനാ, പുതിയ പുതിയ പ്ലേസ് പോയി കാണണം. അപ്പോഴാണ് നമുക്ക് എല്ലാ ഫുഡിൻ്റെയും എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെയും ടേസ്റ്റ് അറിയുന്നതെന്ന്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ടൈം എന്തായാലും ഫാമിലിയായിട്ട് ഇവിടെ തന്നെ വരണം എന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ഭയങ്കര വലിയ ക്വാണ്ടിറ്റി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഈ ഒരു സോഡയും, ഗോലി സോഡയില്ലേ, അതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസമാണ്. അതിൻ്റെ ഇടയ്ക്ക് ബേബി ഉണ്ടല്ലോ, ആ റാഗിയുടെ പായസം സംഭവമില്ലേ, അത് കുടിക്കുന്നുണ്ടായിരുന്നു. ഓനും ഫിഷ് നല്ല ഇഷ്ടമാണ്. എന്തായാലും നമ്മളെപ്പോലെ തന്നെയല്ലേ, ഓനും നല്ല ആസ്വദിച്ചിട്ടാണ് ഫിഷ് കഴിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് ഈ സ്വീറ്റ് കഴിച്ചുകൊണ്ട് പറയാണ് സൂപ്പറാണ് എന്നൊക്കെ. പിന്നെ ഉണ്ടല്ലോ അവിടെ വാളിലൊക്കെ ഫിഷിൻ്റെ വലിയ വലിയ പിക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ബേബി പറയുന്നുണ്ടായിരുന്നു എനിക്ക് ആ ഫിഷ് വേണം, ഈ ഫിഷല്ല, സ്ക്വിഡ് ചെറുതായിട്ടല്ലേ കാണുന്നത്, അപ്പോൾ ഈ ഫിഷ് എനിക്ക് വേണ്ട, ആ ഫിഷ് വേണം അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഫിഷിൻ്റെ കൂടെ മീൻ ചാറ് തന്നിട്ടുണ്ടായിരുന്നു, തേങ്ങ അരച്ച അടിപൊളി കറി, അതും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇവിടെ നിൽക്കുന്ന ഈ ഒരു ചേട്ടനില്ലേ, ഇയാൾ അടിപൊളിയാണ്, നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ഏത് ഫിഷാണ് നല്ലത്, ആ ഫിഷ് ടേസ്റ്റാണ്, ഈ ഫിഷ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സൂപ്പർ സർവീസ് ആയിരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു, ഓവറല്ല എന്നാലും നല്ല തിരക്കായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് മനസ്സും വയറും രണ്ടും നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കാറിലേക്ക് തന്നെ വീണ്ടും വന്നു. പാർക്കിംഗ് കുറച്ച് ദൂരമായതുകൊണ്ട് ജസ്റ്റ് നടക്കാനേ ഉള്ളൂ. അങ്ങനെ നടന്ന് കാർ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളുണ്ടല്ലോ പിന്നെ ഒരു ചെറിയ പരിപാടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ ബുഷേനൊരു ചെറിയ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയി. ആ ടൈമിലാണ് എൻ്റെയും ബേബിയുടെയും കളി സ്റ്റാർട്ടായത്. നമ്മൾ രണ്ടാളും എന്തോ പാമ്പറൊക്കെ ചെയ്യുക, കിസ്സും ഹഗ്ഗും അങ്ങനെയൊക്കെ ആയിരുന്നു കുറേ നേരം. രണ്ടാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാറിൽ, അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ ഒരു ലോകത്തായിരുന്നു. ഇവനുണ്ടല്ലോ ഭയങ്കര നോട്ടിയാണ്. പിന്നെ നന്നായിട്ട് കൊഞ്ചിക്കലും ഉണ്ട്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹഗ് ചെയ്യലും കിസ് ചെയ്യലും ഒക്കെ കൂടുതലാണ്. പക്ഷേ വൻ വാശിയാണ്, വാശിയിൽ എന്തായാലും വിട്ട് തരാത്തൊരാളാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ വീട്ടിൽ വന്നു. വരുന്നിടയ്ക്ക് ഷുഗർ കെയിൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ കാര്യം പ്രത്യേകിച്ചിട്ട് പറയണ്ട, നോർമലി എവിടെ പോയാലും ഷുഗർ കെയിൻ കുടിക്കാണ്ട് വീട്ടിൽ വരില്ല, അതാണ്. അങ്ങനെ ആസ് യൂഷ്വൽ ഷുഗർ കെയിനും കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഈ പേപ്പർ കപ്പിനോട് താല്പര്യമില്ല. ഈ ഗ്ലാസിൻ്റെ ആ കപ്പില്ലേ, അതിൽ കുടിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിൽ കുടിച്ചാലാണ് എനിക്കൊരു ഷുഗർ കെയിനിൻ്റെ ഫീൽ കിട്ടത്തുള്ളൂ. സോ അതും കുടിച്ചിട്ടുണ്ടായിരുന്നു.
ആ ടൈമിൽ ബേബി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അങ്ങനെ കുടിച്ചിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഉണ്ടല്ലോ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് പള്ളിയിൽ ഈ സ്പീച്ച് വയലില്ലേ അതുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുക്കിംഗ് ഫുഡൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പാപ്പാൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ പറഞ്ഞ് ബ്ലാക്ക് ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബ്ലാക്ക് ടീ ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലാസ്കിലാക്കിയിട്ട് പള്ളിയിൽ കൊണ്ടുപോയി. അതിൻ്റെ ഇടയ്ക്ക് റിഹാൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞു എന്തായാലും എനിക്ക് ഞാൻ തന്നെ ചായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ തന്നെ ചായ ഉണ്ടാക്കി. എന്നിട്ട് അതിൻ്റെ പുകഴ്ത്തി പറയുക, ആഹാ അടിപൊളി ചായ ആണ്, അടിപൊളിയാണ്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് കുടിക്കുകയാണ്. ഓന് മിൽക്ക് ടീയോട് അത്രയ്ക്ക് താല്പര്യമില്ല കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ചായയുടെ കൂടെ നമ്മൾ കാഷ്യൂനട്ട് ഉണ്ടല്ലോ അത് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കത് നോർമലി കഴിക്കുന്നതിനേക്കാൾ ഒന്ന് ജസ്റ്റ് ഗീയിൽ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ നോർമലി അങ്ങനെയാണ് ചെയ്യാറ്. എയർ ഫ്രയറിൽ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്നായി കിട്ടും. ഇന്ന് പക്ഷേ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ആക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാനെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഒരിഷ്ടമുള്ള സാധനം എന്തെങ്കിലും ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കൂലേ, അങ്ങനെ അതിൻ്റെ പകുതിയും ഓൾറെഡി വയറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയിലേക്ക് വേണ്ട കുറച്ച് പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടിൽ നിന്നും പത്തിരി ആക്കി കൊണ്ടുപോകാനുണ്ട്. അവിടെ നിന്നാണ് കറി കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളും പത്തിരി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വയലിലേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ നമ്മളും ഇറങ്ങിയിട്ടോ റെഡി ആയിട്ട് പള്ളിയിൽ പോകാമെന്ന്. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. നമ്മൾ പോകുമ്പോൾ തന്നെ ആൾക്കാർ കുറച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളും പോയിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ പിന്നെ വയൽ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. ബേബി ഉണ്ടല്ലോ, ഒരിക്കൽ ഞാൻ റിഹാൻ്റെ അടുത്തേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ബ്രദറിൻ്റെ അടുത്തേക്ക് പോവാം, അവിടെ പോയാൽ ഞാൻ മമ്മളുടെ അടുത്തേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് റിട്ടേൺ ലേഡീസ് സൈഡിലോട്ട് വരിക, ഇങ്ങനെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വയലിൻ്റെ ഇടയ്ക്ക് ഒരു 8 തവണ ലേഡീസ് സൈഡിൽ നിന്ന് ജെൻസ് സൈഡിലേക്കും ജെൻസ് സൈഡിൽ നിന്ന് ലേഡീസ് സൈഡിലേക്കും മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒറ്റരുത്തിരിക്കാൻ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് നേരം ഇരുന്നപ്പോൾ ഉണ്ടല്ലോ അവന് മടുപ്പ് പോലെ തോന്നുമായിരിക്കും. ഐ മീൻ ഒരു ഉറക്കം വരുന്ന പോലെയോ എന്തോ ബോറിങ് പോലെ ആയിരിക്കും. ചെറിയ കുട്ടിയല്ലേ. ഇവിടെ കുറേ കുട്ടികൾ അങ്ങനെ തന്നെയായിരുന്നു, ലേഡീസ് സൈഡിൽ നിന്ന് ജെൻസ് സൈഡിലേക്ക് മാറുക. പിന്നെ അവിടെ ചെറിയ ഷോപ്സൊക്കെ ഉണ്ട്, അവിടെ നിന്ന് ചോക്ലേറ്റ്സും ലേസും ചിപ്സും ഒക്കെ വാങ്ങിയിട്ട് വരാം, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം പിന്നെ കുറച്ചധികം ചെറുതായ കൊണ്ടുണ്ടല്ലോ ഷോപ്പിലൊന്നും പോകാൻ പറ്റാത്ത കൊണ്ട് അതിനെ പറ്റിയിട്ട് വലിയ ധാരണ ഒന്നും അവനില്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയുന്നില്ലായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഇത് അവസാനം നമുക്ക് പത്തിരി കറിയൊക്കെ കിട്ടൂലേ, അത് കവറിലാക്കി കെട്ടി വെക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ബ്രദറിനോട് പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനെടുത്ത വീഡിയോ ആണ്. പിന്നെ കുറച്ചധികം നേരം ഇരുന്നപ്പോൾ നമുക്കൊരു പായസം വന്നിട്ടുണ്ടായിരുന്നു. ലേഡീസ് സൈഡിലോട്ട് പായസം കൊണ്ടുവന്ന് തന്നു. സേമിയ പായസമായിരുന്നു. ഫസ്റ്റ് ഒരു ഗ്ലാസ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്റെ വാതിൽ വന്നിട്ട് പലപ്പോഴും എത്രയോ വാപ്പമാര് തന്റെ കയ്യിലുണ്ടാകുന്ന നോട്ടീസുമായിട്ട് കടന്നു വന്നിട്ട് ലെറ്ററുമായിട്ട് കടന്നു വന്നിട്ട് പള്ളിന്റെ വാതിൽ മുട്ടാറുണ്ട്. ചോദിക്കും, ഉസ്താദ് എന്റെ പൊന്നുമോളുടെ കല്യാണമാണ് ഉസ്താദ്, ഒന്നുമായിട്ടില്ല, ഒരു പൊന്നു പോലും മേടിച്ചിട്ടില്ല, അവരുടെ കല്യാണത്തിന് വേണ്ടി കുറെ ചെലവുണ്ട് എന്ന് പറഞ്ഞിട്ട് വാപ്പമാര് പൊട്ടിക്കരഞ്ഞിട്ട് ഓരോ പള്ളിയുടെ ഉമ്മരപ്പടിയിൽ നിന്നിട്ട് തന്റെ പൊന്നുമകൾക്ക് വേണ്ടി യാചന നടത്തുമ്പോ ഞാൻ ഖതീബായിട്ടുള്ള ബംഗര എന്ന് പറയുന്ന പ്രദേശത്ത് 2500ഓളം വീടുകളുണ്ട്. ആ 2500 വീടിന്റെ ഓരോ വീട്ടിന്റെ മുറ്റത്തേക്ക് ഓരോ വാപ്പമാർ നടന്നു പോയിട്ട് കാലിന്റെ ചെറുപ്പ് പോലും തെളിയുന്ന രീതിയിൽ നടന്നു പോയിട്ട് ആ വീട്ടുകാർ കൊടുക്കുന്ന 10 രൂപ 20 രൂപ പെറുക്കിയെടുത്തിട്ട് തന്റെ കയ്യില് മുറുക്കി പിടിച്ചിട്ട് വീട്ടിലോട്ട് വാപ്പ കടന്നു വരുമ്പോ ഈ പെണ്ണിനിക്ക് പുതിയ ധാരാളം മംഗളം ആ
പെണ്ണ് എന്തൊക്കെ മംഗലോ, മഞ്ഞ മംഗലം വേണമല്ലോ, ചോല മംഗലം വേണമല്ലോ, നമുക്ക് പച്ച മംഗലം വേണമല്ലോ, അറബി നൈറ്റ് വേണമല്ലോ, ഓളെ കൂട്ടുകാർ വരുമ്പോ വേറൊരു കേക്ക് മുറിക്കലുമാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വാപ്പ ഒലിപ്പിച്ച ഒരു വേർപ്പിന് പകരം എന്റെ ഈ ഒരു കല്യാണത്തിന് വെക്കാൻ കഴിയോ? അല്ലാഹു തആല ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നല്ല വയലായിരുന്നു കേട്ടോ. മുഴുവനൊന്നും കേൾക്കാൻ പറ്റിയിട്ടില്ല. ഇവന് ഒച്ച ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ആ കസിനും ഒരു 2 ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ. ഈ ഒരു പണം റബ്ബേ എല്ലാ രോഗങ്ങളെ കരിച്ചു കളയുന്ന പണമാക്കണേ അല്ലാ. പെണ്ണുങ്ങൾക്കും വിളിക്കാം 200 വിളിക്കുക. താലിത്തനോജി നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടുണ്ട് വരുന്നത്. 200 രൂപ വിളിക്കും ഇൻഷാ അല്ലാഹ്. ആദ്യം വിളിക്കുക ഇൻഷാ അല്ലാഹ്. 300 റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. ഇതാരാണോ വിളിക്കുന്നത്? റബ്ബേ പടച്ചവനെ എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകളെ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. 300 വിളിക്കേ ഇൻഷാ അല്ലാഹ്. ജോർ വിളിക്കും 300. പാലക്കാരൊന്നും പോരാ, നമ്മളെ മഹല്ലെല്ലാം വലിച്ചു വിളിക്കുന്ന വിളിക്കിപ്പാ. നിങ്ങൾ വിളിക്കും ഇൻഷാ അല്ലാഹ്. 301. റബ്ബേ പടച്ചവനെ ഇത് വിളിച്ചു കൊണ്ടുപോകുന്നവർക്ക് നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബേ ഇന്ന് പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണല്ലോ. അവരുടെ രോഗങ്ങൾക്കൊക്കെ ശമനമാക്കി ഒരു മരുന്നാക്കി പണത്തെ നീ മാറ്റണേ അല്ലാ. നിന്റെ ഹബീബിന്റെ കുടുംബത്തിൽപ്പെട്ട മഹാനവറുകളെ ദുആ ചെയ്ത് മന്ത്രിച്ചിട്ടൂതിയ പണമാണ് റബ്ബേ. അതിന്റെ ഫലം നീ ഇതിൽ കൊടുക്കണേ അല്ലാ. 350. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ആരൊക്കെ ഈ വിളിയിൽ പങ്കാളികളാകുന്നു അല്ലാ, അവർക്ക് നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. മുത്തഖീങ്ങളിൽ അവരെ പെടുത്തണേ അല്ലാ. 351. മരിച്ചുമ്മ ഉമ്മാന്റെ ഉപ്പാന്റെ പേരിൽ വിളിച്ചോ. 351. 400 റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. അങ്ങനെ ഇത് കഴിയാനായപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആ പത്തിരി ഇവിടെ ആ പത്തിരും കറിയും കെട്ടിയിട്ടുള്ള ആ കെട്ടുണ്ടല്ലോ, അതും കിട്ടിയിട്ടുണ്ടായിരുന്നു. ലേഡീസ് സൈഡിലോട്ട് കൊണ്ടുവന്ന് തന്നിരുന്നു. അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും പറയുന്നുണ്ട്. നല്ല ടേസ്റ്റും അടിപൊളി ഫ്ലേവറുള്ള സംഭവമല്ലേ. അങ്ങനെ അതൊക്കെ വാങ്ങി പിന്നെ ദുആ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിശേഷവുമായിട്ട് ഞാൻ വരാം. അതുവരയ്ക്കും ടാറ്റാ, ബൈ ബൈ.